ഗൈസ്, അപ്പോൾ എസ് എസ് സ്റ്റോറീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ മറ്റേ പാട്ടിടാ കൂലിയിലെ സൈമൻ്റെ എൻട്രിയില്ലേ, എന്താ പ്രാവനൊക്കെ ഉണ്ടോ? ആരോ പോറ്റുന്ന ഇല്ല. ഇതുണ്ട്, ഇത് നമ്മുടെ നാട്ടിലെ തെച്ചിയില്ലേ, അതേ മോഡലൊരു സാധനമാണിത്. നമ്മുടെ നാട്ടിലെ കൈതയില്ലേ, അതാ തോന്നുന്നു. ഇതിൻ്റെ കായ് കണ്ടോ? യെസ്, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ കാണും കേട്ടോ. ഇതിൻ്റെ കായൊക്കെ എന്തിനെടുക്കുന്നതെന്ന് അറിയില്ല, തിന്നാൻ പറ്റുമെന്ന് അറിയില്ല. ചെറിയ മക്കള് പ്രാക്ടീസ് കണ്ടോ? ഇത് കണ്ടോ, ഇത് കടൽ നല്ലോണം വലിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം വെള്ളമായിരുന്നു. കണ്ടോ, ഇപ്പോൾ നോക്കുക, ഏകദേശം ഒരു 10-60 മീറ്ററോളം കടൽ താഴേക്ക് പോയിട്ടുണ്ട്, വലിഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഇന്ന് നമ്മൾ സാന്ദ്ര വി പി സ്കൂളാക്കിയിട്ടാണ് വന്നത്. പക്ഷേ സാന്ദ്ര വി പി ഇപ്പോഴാണ് അമളി പറ്റിയത്. ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആണ്. മൊണ്ണ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മൊണ്ണയെ കാണിച്ചിരുന്നെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ഞാൻ തരും. അപ്പം അതുകൊണ്ട് എന്തായി, ഇത് ലോട്ടറി അടിച്ചില്ലേ ബേബി? വാ വാ, വരൂ, ബാഗ് ഞാൻ പിടിക്കുക. വാ ബേബി, എന്താ ശരിക്കും എന്താ പറ്റിയത്? സാധാരണ ഇങ്ങനെ സാന്ദ്ര വി പിക്ക് ഇങ്ങനെ അമളി പറ്റാറില്ല. ഈ IGCSE ഒക്കെ പഠിച്ച് വളർന്ന കുട്ടിയാണ്. നമ്മളാണെങ്കിൽ ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഞായറാഴ്ച വരെ വേണമെങ്കിൽ നമ്മൾ പോവും, സ്വാഭാവികം. പക്ഷേ നിങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. എന്താണ് പറ്റിയത്? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? എന്താണ് പറ്റിയത്? പങ്ക്ച്വാലിറ്റി വളരെയുള്ള സാന്ദ്ര വി പി ഇന്ന് കറക്റ്റ് ടൈമിന് അവിടെ എത്തിയിട്ടുണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻഡ്? ഇവിടെ എന്തിൻ്റെത് ഹോളിഡേ? ഇവരെ ഇപ്പോൾ ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്താലോ നാഷണൽ ഡേ? അതെയാ, ഓക്കെ. ഒന്നും പറയാനില്ല ബേബി, നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ടെങ്കിലും പോയാലോ? ഏതെങ്കിലും ഐലൻഡ് ഉണ്ടോ നമുക്ക്? അതേതോ ബോട്ട് പോകണ്ടല്ലോ, മീൻ പിടിക്കുന്ന ബോട്ടാണോ? അതേതാ ബേബി? RT അല്ലേ? 10 മിനിറ്റ് മുന്നേ നമുക്ക് എവിടെയെങ്കിലും പോയാലോ? ഇന്ന് വർക്കൗട്ടൊന്നും ഇല്ല ഗൈസ്. സാധാരണ ഞാനിങ്ങനെ പോകുന്നത്. ഇന്നെന്താണല്ല വല്ലാത്തൊരു മടി. സാന്ദ്ര വി പി വന്നത് കൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് സാന്ദ്ര വി പിനെയും കൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകണം. ഇന്നത്രേ ഉള്ളൂ. ഇനി പോയിട്ട് വേണം എന്തൊക്കെയോ സാന്ദ്ര വി പി എന്താണ് ബീഫൊക്കെ ഉണ്ടാക്കി തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബീഫ് ഒലത്തിയത്, ബീഫ് തിരിച്ചത്, മറിച്ചത് എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. റോഷി ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ആക്കിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചു എന്ന പേരിൽ ലാസ്റ്റ് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആണോ വി പി? എന്നാ വാ, പോയൊക്കെ വാ, വേറെ സ്ഥലം. നല്ല ഡ്രസ്സല്ലടാ, വർക്കൗട്ടിന് പറ്റിയ ഡ്രസ്സാണ്. വാ, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ സാന്ദ്ര വി പി കൂടി ഉണ്ടായിരുന്നു എന്ത് സുഖമായിരുന്നു. മറ്റേത് ഇങ്ങനെ ഒറ്റയ്ക്കല്ല ഞാൻ പോലെ. സാന്ദ്ര വി പി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ. സാന്ദ്ര വി പിക്ക് ബാഗിന് വളരെ വെയിറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തിരിക്കുകയാണ്. നമുക്കിതൊന്നും ഒരു പുത്തരിയല്ല. ഈ സാണ്ടല്ലേ ബേബി? ഇല്ല, ഞാൻ റിസ്കി ഷോട്ടുകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഇഷ്ടായോ? ആ പെണ്ണുങ്ങളൊന്ന് നോക്കുന്നുണ്ടാണ്.
ഇവനെന്ത് തേങ്ങയാടാ കാണിക്കുന്നേ? നമ്മൾ അനാഥരല്ല, നമ്മൾ ഗുണ്ടകളാണ് ഗൈസ്, ഗുണ്ടകൾ. അങ്ങനെ ചന്ദ്രവിപ്പിയുടെ കൈയൊക്കെ പിടിച്ചാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇത് വേറെ മൂഡാണ് ഗൈസ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഒരാരെങ്കിലും ഒരാളും കൂടി നമുക്കൊരു കമ്പി തരാനുണ്ടെങ്കിൽ അടിപൊളിയാവും. സമയം പോകുന്ന അറിയില്ല. പോയി എൻ്റെ പൊന്നടാവൂ, ഒന്നും പറയാനല്ല രീതി, ഒന്നും പറയാനില്ല. പബ്ലിക് ഹോളിഡേൻ്റെ അന്ന് നീ അല്ലാണ്ട് രാവിലെ തന്നെ അവിടെ ആൾക്കാരില്ലാന്നപ്പോ തന്നെ കോർപ്പറേഷൻ്റെ വണ്ടിയൊക്കെ വരില്ലേ, അതേപോലെ അവരെ വേസ്റ്റ് ഒക്കെ എടുക്കാനുള്ള വണ്ടിയൊക്കെ ഇങ്ങനെ വരും. സാധാരണ നമ്മൾ ഇവിടെ നമ്മൾ പോവാറില്ല, ഇവിടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോവാറില്ല. ബട്ട് ഇന്ന് സാന്ദ്ര വി പി ഉള്ളത് കൊണ്ട് സാന്ദ്ര വി പി നമുക്ക് ഒരു ചായ വാങ്ങിത്തരുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന് പറ. യെസ്, നമുക്കൊന്ന് പോയി നോക്കാം സാന്ദ്ര വി പിയുടെ. ബ്ലാക്ക് ടീ വേണോടാ നിനക്ക്? എന്ത് കഫേയാണ്? അസിയൂം കഫേ അല്ലെങ്കിൽ അസം കഫേയാണോ? ആസാം കഫേനോ? അസം കഫേ. യെസ്, വി പിയുടെ കൂടെ നമ്മൾ വന്ന് വാവ്, കോഴിമുട്ട, മുട്ടയുണ്ട്. പിന്നെ എന്താ? പാൻ കേക്ക്. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന്. പിന്നെ എന്താണെങ്കിൽ അടുത്തിട്ട് ഇത് മറ്റേ പരിപ്പ് വട പോലത്തെ പരിപ്പ് വട, മറ്റേ ട്യൂണ ഫിഷ് ഒക്കെ ഇട്ടിട്ടുള്ള. അത് വേണ്ട, ഇത് കുഴപ്പമില്ല. ഇത് നമ്മൾ വാങ്ങിയതാണല്ലോ. കോഴിമുട്ടയാണ് എനിക്കിഷ്ടം. വേണ്ട, അത് വാങ്ങിക്കും. മറ്റേ ആ സമയം ഫസ്റ്റ് വൺ. സ്വന്തം വീട്ടിലുള്ളത് പോലെയാണ് സാന്ദ്രവി കളിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നെ എടുക്കട്ടോ. എണ്ണ ഒക്കെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മളെ ഫുൾ വിശ്വാസമാണ്. മറ്റേ CCTV സാധനങ്ങളൊക്കെ ഒന്നുമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അതെടുക്കുക, കറക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല. നേരെ വാ നേരെ പോ. ഒന്ന് പോരെ, ഒരുപാടെണ്ണം വേണോ? തെച്ചിൻ്റെ ഉണ്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ചായ വന്ന് നമ്മൾ ബ്ലാക്ക് ടീ ആണ് കഴിച്ചത്. വാട്ടർ, താങ്ക് യു. യെസ് ഗൈസ്, നമ്മളെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. നീ രാവിലെ തന്നെ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ പറഞ്ഞല്ലേ? ഇതൊന്നും വേണ്ട, മതി. താങ്ക് യു സാന്ദ്ര വി പി ഫോർ ഗിവിംഗ് മീ ദിസ് ട്രീറ്റ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ആദ്യം പറയാം, ഇത് കാണിച്ചു കൊടുക്കും. ഫിഷിന്റെ ഐറ്റമാണ്. ചൂണ കൊണ്ടാണ്. ഓക്കെ, പരിപ്പ് പൊടിയിലേക്ക്. അതെയാ? ഓ, പഞ്ചസാരയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഷുഗറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇട്ടിട്ടുണ്ട്. ഇത് കുടിക്കാനാവില്ല. ഇവരെ ഞാൻ പറഞ്ഞേ, ഇവരെ ചായ പൊടി കണ്ടോ? അക്ബർ എന്നാണ് പേര്, കണ്ടോ? അക്ബർ ടീ ആണ് ഇവിടുത്തെ ഫേമസ് ആണ്. ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അക്ബർ ഏട്ടൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയാലോ?
സുഖമല്ല ചായപ്പൊടി. നമ്മൾ നോട്ടിലെ ചായപ്പൊടിയാണ്. ഒരു ടേസ്റ്റുമില്ല. നമ്മൾ റിപ്പിൾ ഐ ബി ടീൻ്റെ ബട്ടർ അതല്ല. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം. ഇതാകുമ്പം ആ മധുരം കുറച്ചിട്ടുണ്ട്. ചന്ദ്രയ്ക്ക് എന്തോ അർജൻറ്റ് കോൾ വന്നിട്ടുണ്ട്. ഏതൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. എൻ്റെ മോള്, എൻ്റെ പൊന്ന്. അതെയാ? ഓഹോ. എന്താടാ ഇത് ടിഷ്യൂ ആണോ അവിടെ? ഏതാ ലിപ്സ്റ്റിക്? ഏതാ സ്വീറ്റ്? മേബിലാണോ? ഏതാണ് ഏതാണ്? അതെയാ, ഇത് കത്തും കേട്ടോ. ഇത് കണ്ണാപ്പി അല്ലാന്ന് മനസ്സിലായി. അതെയാ, ഓക്കെ. പോയിന്റ്സ് നോട്ടഡ്. നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീട്ടിലോട് ചോദിക്കുക. അതെയാ, ഓക്കെ. പേയ്മെന്റ് കൊടുക്കുകയാണ് സാന്ദ്ര ബേബി. 16. പുൾസർ കണ്ട ഹോണ്ടന്റെ കിടിലൻ സാധനം. നമ്മൾ ചെറിയ വർക്കൗട്ടിലേക്ക് പോവുകയാണ്. ദയവ് ചെയ്ത് ചെറിയ കുട്ടികൾ ഇത് അനുകരിക്കരുത്. ഇറ്റ്സ് ഹൈലി റിസ്കി. യെസ്, നമ്മൾ അർണോൾഡിനെ മനസ്സിൽ ധ്യാനിച്ച് ഇതെങ്ങനെയാ ബേബി? ഓ യെസ്, യെസ്. ഇനി നമുക്ക് അടുത്ത നോക്കിയാലോ. നമ്മുടെ ജിഞ്ചിനക്കള്ളി ഇതൊക്കെ ഇഷ്ടമായി ബേബി. നൈസ്. നമുക്കിത് ബാലൻസ് ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ? രണ്ടേ വെയിറ്റ്. Like yeah, good. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. വാവ്, ഇങ്ങനെയായിരുന്നു അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച മറ്റേ സാധനം അല്ല കേട്ടോ. അത് യെസ്, ഞാൻ ഉദ്ദേശിച്ചോ, ഞാൻ ഉദ്ദേശിച്ച ഇതായിരുന്നു. ഞാനിത് എടുത്തു നേരത്തെ. ഏത് ഇതായിരുന്നോ? ഇതിങ്ങനെയൊന്നും അല്ലടാ, ഇങ്ങനെയൊന്നും അല്ലടാ. ഇതൊക്കെ ശരിക്കും ഡെയിലി വന്ന് കളിക്കുന്ന സുഖം കേട്ടോ. റൈഡിങ് ട്രെയിനർ, എന്താ അതിൻ്റെ പേരെന്താ സാധനം? മതി വേദന. ഇതെന്താ ചാത്തിന്? ഇവിടെ എന്ത് തൊട്ടാലും പൊന്തുന്ന കുറച്ച് സാധനങ്ങൾ കേട്ടോ. വാവ്, ബേബി സത്യം എനിക്കിത് ഇഷ്ടമായിട്ടോ. ഇനി കുറച്ച് നമുക്ക് ഡ്രൈവിങ് പഠിക്കാം. ഡ്രൈവിങ് ശരിക്കും ഡ്രൈവിങ് വന്ന അവിടെ മിസ് ചെയ്യലട്ടോ ബേബി.
ഡെയിലി വന്ന് നോക്കിയാൽ നമുക്ക് നാട്ടിലെ ഡ്രൈവിംഗ് മിസ് ചെയ്യില്ല. ഇത് വേറെന്താ സാധനം തോന്നുന്നത്. Oh, come on, baby. Oh, yeah. Good. ഇഷ്ടായി. മുട്ടൊക്കെ തട്ടുന്നൊരു സുഖമാണ്. ഹോയ് ഹൈ 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 ഹൈ. ബൈക്ക് എക്സസൈസാ ഇതാ. ഇത് ഇഷ്ടമായില്ല. ഇഷ്ടമായില്ല. ഇനി ഇത് നോക്കാം നമുക്ക്. വേർത്ത് കുളിച്ചു ഞാൻ. എൻ്റെ പൊന്നടവേ, വേർത്ത് കുളിച്ചടാ കുട്ടാ. തീരം തേടും പുഴയുടെ പാട്ടിൽ തീരം തേടും പുഴയുടെ പാട്ടിൽ. ഇപ്പൊ നാളെ എഴുന്നേൽക്കൊന്ന് കണ്ടറിയണം. കാവടിത്തുള്ളിൽ പോയിട്ട് എന്തൊക്കെയോ എടുത്തായിരുന്നു കഴിച്ചിട്ടുണ്ട്. നമുക്ക് നാളെ നോക്കാം. എന്തോ സന്ദർഭ കണ്ടോ, കടൽച്ചക്ക കണ്ടോ മൊത്തം. ഫുൾ കടൽച്ചക്ക പറിക്കാൻ തോന്നുന്നവരെ. കണ്ടോ കണ്ടോ കണ്ടോ. ബൈക്കിന്റെ സർവീസ് സെന്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സാധനം? അത് ക്യാബേജ് ആണത്. ഇതോ ഉള്ള സാധനം കണ്ടോ? ഹലോ. ഗ്രേ. ഹായ് ഹായ്. ഹായ് ഗ്രേ. കൊള്ളാം, കിടിലൻ സാധനം. ഇത്ര കമ്പനി ആവണ്ട കേട്ടോ കുട്ടൻ. അയ്യോ, അങ്ങോട്ട് പോടാ. വരല്ലേ വരല്ലേ. ഇങ്ങനെ നോക്കല്ലേടാ, റൊമാൻസ് വരുന്നടാ. നോ നോ. ഗ്രേ, see this girl, number 1 bullshit girl. പേടിയുണ്ടോടാ? Make it sound. മതി ശ്രീ, മതി.